അപൂർവ ജാതകം. രചന മാർത്ത മറിയം. അവതരണം ജംസി. എല്ലാത്തിനും കാരണം അമ്മയാണ്. അവരുടെ ഈ അവസ്ഥയ്ക്ക് കാരണവും. ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറ്റിച്ച് എല്ലാവരുടെയും ജീവിതം നശിപ്പിച്ചപ്പോൾ അമ്മയ്ക്ക് സമാധാനം കിട്ടിയല്ലോ. ഇനി മേലേടത്തെ മഹാറാണിയായി വാഴ്. അമർഷത്തോടെ അത്രയും പറഞ്ഞുകൊണ്ടവൻ അകത്തേക്ക് കയറിപ്പോയി. മുഖമടച്ച് ഒരടി കിട്ടിയതുപോലെ പാർവതി പുളഞ്ഞുപോയി. അവർ വല്ലായ്മയോടെ ചുറ്റും നിൽക്കുന്നവരെ നോക്കി. ജാനകിയുടെ മുഖത്ത് പുച്ഛച്ചിരി വിടർന്നു. അവൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്നുള്ള യാതൊരു ബോധവും ആ ചെക്കനില്ല. അതെങ്ങനെയാ? മറ്റുള്ളവളുടെ തൊലിവെളുപ്പിൽ മയങ്ങിയിരിക്കുകയല്ലേ. ഇപ്പോൾ ഞാൻ ചെയ്തതെല്ലാം കുറ്റം. സ്വയം സമാധാനിക്കാൻ എന്നവണ്ണം പാർവതി പിറുപിറുത്തു. മക്കളുടെ നല്ലതിന് വേണ്ടിയാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ വേണം ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മുടെ ആഗ്രഹം അവരുടെ മേലെ കെട്ടിയേൽപ്പിച്ചിട്ട് അത് അവരുടെ നല്ലതിനാണെന്ന് പറയുന്നത് ശരിയല്ല ചേച്ചി. ജാനകിയുടെ മറുപടി കേട്ട് പാർവതി അവരെ ഉറ്റുനോക്കി. എന്നെ നോക്കി പേടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇനിയെങ്കിലും ഒരല്പം മനസാക്ഷിയോടെ കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. അതും പറഞ്ഞുകൊണ്ട് ജാനകി അകത്തേക്ക് പോയി. കേട്ടില്ലേടി നിന്റെ അമ്മ പറയുന്നത്? വന്ന് വന്ന് ഞാഞ്ഞോളും തലപൊക്കി തുടങ്ങി. അവർ ചിന്നുവിനോട് ദേഷ്യത്തോടെ പറഞ്ഞു. അമ്മ പറയുന്നതിൽ എന്താണ് വല്യമ്മയെ തെറ്റുള്ളത്? ഇനിയെങ്കിലും മാധവേട്ടന് എന്താണ് ഇഷ്ടം അതുപോലെ ചെയ്യേ. അല്ലെങ്കിൽ മാധവേട്ടൻ നമ്മളെ എല്ലാവരെയും വെറുക്കും. ചിലപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്യും. നിസ്സഹായതയോടെ ചിന്നു പറഞ്ഞു. അതും കൂടി കേട്ടപ്പോൾ പാർവതിയാകെ വല്ലാതെയായി. മാധവ് തന്നെ വിട്ടു പോകുമോ എന്നുള്ള ഭയത്താൽ അവരുടെ മനസ്സൊന്ന് പിടച്ചു. സിറ്റ് ഔട്ടിൽ നിന്നും പാർവതി നേരെ പോയത് മാധവിൻ്റെ മുറിയിലേക്കാണ്. ഇട്ടിരുന്ന ഡ്രസ്സ് പോലും മാറാതെ അവൻ ബെഡിൽ കമിഴ്ന്നു കിടക്കുകയാണ്. പാർവതി മെല്ലെ ബെഡിനരികിലിരുന്നു. അരികിൽ ആരുടെയോ സാമീപ്യം അവൻ അറിഞ്ഞെങ്കിലും മാധവ് ബെഡിൽ നിന്ന് മുഖമുയർത്തുകയോ നോക്കുകയോ ചെയ്തില്ല. അതും കൂടിയായപ്പോൾ പാർവതി തീർത്തും നിരാശയായി. അവർ മെല്ലെ അവൻ്റെ കാലിൽ തൊട്ടു. എന്താ അമ്മ? അമ്മയ്ക്ക് എന്താ വേണ്ടത്? മുഖമുയർത്തി നോക്കാതെ തന്നെയാണ് അവൻ ചോദിച്ചത്. ഞാൻ നിന്റെ ദോഷത്തിനായിട്ട് ഒന്നും ചെയ്തതല്ല. നിന്നെ വേദനിപ്പിക്കണമെന്നും കരുതിയതല്ല. പക്ഷേ എല്ലാം അങ്ങനെ സംഭവിച്ചു പോയി. ക്ഷമാപണം പോലെ കുറ്റബോധത്തോടെ പാർവതി പറഞ്ഞു. ആ ശരി. ഒട്ടും മയമില്ലാതെയായിരുന്നു അവൻ്റെ പ്രതികരണം. അമ്മയ്ക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അവർ പറഞ്ഞു. ഇനിയും എന്ത് സംസാരിക്കാനാണ്? അല്ലെങ്കിൽ തന്നെ ഇനി സംസാരിച്ചിട്ട് എന്താണ് കാര്യം? അപ്പോഴും അവൻ്റെ ശബ്ദത്തിലെ ദേഷ്യം പൂർണ്ണമായി മാറിയിരുന്നില്ല. ഞാൻ പറയാം, നീ ആദ്യം എഴുന്നേറ്റിരിക്കെ. പാർവതി അവൻ്റെ മുതുകിൽ തഴുകി. മനസ്സില്ലാ മനസ്സോടെ മാധവ് എഴുന്നേറ്റിരുന്നു. അപ്പോഴും അവൻ അമ്മയുടെ മുഖത്ത് നോക്കുന്നുണ്ടായിരുന്നില്ല. കണ്ണന് അമ്മയോട് ദേഷ്യമാണോ? അവൻ്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ചോദിച്ചു. ആ ചോദ്യത്തിൽ ഒരു അമ്മയുടെ വാത്സല്യവും വേവലാതിയും ആശങ്കയും ഉണ്ടായിരുന്നു. എനിക്കാരോടും യാതൊരു വാശിയോ ദേഷ്യമോ ഇല്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതിന് മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം? അപ്പോഴും അവൻ്റെ ശബ്ദം മുറുകിയിരുന്നു. നിന്റെ മനസ്സ് വേദനിപ്പിക്കണമെന്ന് കരുതിയല്ല ഞാൻ അതൊന്നും ചെയ്തത്. നിനക്ക് നല്ല ജീവിതം ഉണ്ടാകണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ തോന്നുന്നു ഞാൻ ചെയ്തതെല്ലാം തെറ്റായി പോയെന്ന്. ഇനി നിനക്ക് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. തീർത്ത അവൾ നീ വിളിച്ചാൽ വരുമെങ്കിൽ അവളെയും കൊണ്ട് നിനക്ക് മേലിടത്തേക്ക് വരാം. ഇനി ആരും അതിന് തടസ്സം നിൽക്കില്ല, നെടുവീർപ്പോടെ അവർ പറഞ്ഞു. എങ്കിലും മനസ്സിൽ തീർത്തയെ അംഗീകരിക്കാനുള്ള വിമുഖതയുണ്ടായിരുന്നു. അവൾ വരില്ല, നിരാശയോടെ അവൻ പറഞ്ഞു. അതെന്താ അവൾ വരാത്തത്? ഇപ്പോൾ നിങ്ങൾക്കിടയിൽ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ, പാർവതി ചോദിച്ചു. ഞങ്ങൾക്കിടയിലെ തടസ്സം അമ്മയായിരുന്നല്ലോ. അവൾ ഇവിടെ കിടന്ന് എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്നും ആക്സിഡന്റ് സമയത്തും ഞാൻ കോമയിൽ പോയപ്പോഴും നിങ്ങളെല്ലാവരും അവളോട് എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ആത്മാഭിമാനമുള്ള ഒരു പെണ്ണും പിന്നെ ഈ പടി ചവിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുച്ഛത്തോടെ അവൻ പറഞ്ഞത് കേട്ട് പാർവതിയുടെ മുഖം താഴ്ന്നു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ പറയ്, അതുപോലെ ഞാൻ ചെയ്യാം. പാർവതിയുടെ ശബ്ദമിടറി. ഒരേ ഒരു മകൻ്റെ ജീവിതം കൺമുന്നിൽ ഇങ്ങനെ പൊടിഞ്ഞു തീരുന്നത് കണ്ട് അവരുടെ മനസ്സ് അടർന്നു തുടങ്ങിയിരുന്നു. ഇനി എന്തൊക്കെ ചെയ്തിട്ടും എന്താ അമ്മേ കാര്യം? ചെയ്യാനുള്ളതെല്ലാം അമ്മ ചെയ്തു കഴിഞ്ഞല്ലോ. ദൈവത്തെ ഓർത്ത് ഇനി ഒന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി.
ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ജീവിച്ചില്ലേ, ഇനിയും അതുപോലെ തുടർന്നോളാം. ഇനി ഞാൻ കാരണം, എൻ്റെ ജാതകദോഷം കാരണം ഒരു പെണ്ണിനും ഒന്നും സംഭവിക്കാതിരുന്നാൽ മാത്രം മതി. ഇനിയൊരു പെണ്ണിൻ്റെ കൂടി കണ്ണുനീർ ഏറ്റുവാങ്ങാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാണ്. അവൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. കുറച്ചു നേരം കൂടി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് പാർവതി ആ ബെഡിൽ തന്നെ ഇരുന്നു. പിന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് പതിയെ പുറത്തേക്ക് നടന്നു. കുനിഞ്ഞ ശിരസോടെ മുറിയുടെ പുറത്തേക്ക് നടന്നു പോകുന്ന അമ്മയെ നോക്കി മാധവ് നെടുവീർപ്പിട്ടു. എത്ര കാലം നീ ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ വാടക വീട്ടിൽ കിടക്കും? അത്രയും നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ വന്ന് വിളിക്കുമ്പോൾ ഒരു ചാൻസ് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല തീർത്ത. അയാൾക്ക് നിന്നേക്കാൾ സൗന്ദര്യവും പണവും വിദ്യാഭ്യാസവും എല്ലാം എത്രയോ ഉള്ള പെണ്ണുങ്ങളെ കിട്ടും. എന്നിട്ടും അയാൾ വീണ്ടും വീണ്ടും നിന്നെ തേടി വരുന്നുണ്ടെങ്കിൽ അത് നിന്നെ അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ടാണ്. അല്ലാതെ അയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്ത് ക്വാളിറ്റിയാണ് നിനക്കുള്ളത്? വീടിൻ്റെ ഉമ്മറത്തെ തിണ്ണയിൽ ഇരിക്കുകയായിരുന്നു അമൃതയും തീർത്തയും. മാധവേട്ടനോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല അമൃത, കൂടെ ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് സങ്കല്പിക്കാനും എനിക്കാവില്ല. പക്ഷേ എനിക്ക് പേടിയുണ്ട് ഇപ്പോൾ. വിദൂരതയിൽ മുനിഞ്ഞു കത്തുന്ന ആ ഒറ്റ നക്ഷത്രത്തെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. പേടിയോ? എന്തിനാ പേടിക്കുന്നത്? നിനക്ക് ആ വീട്ടിലേക്ക് പോകാനല്ലേ പേടി? അയാൾ പറഞ്ഞല്ലോ നിന്നെയും ശിവുവിനെയും കൂട്ടി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന്. പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? അമൃത മനസ്സിലാകാത്തതുപോലെ അവളെ നോക്കി. മാധവേട്ടൻ്റെ ജാതകദോഷം തന്നെ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞിനെ പിന്നെ ആരുണ്ട്? കുറച്ചപ്പുറം മാറിയിരുന്ന് ഹോംവർക്ക് ചെയ്യുന്ന ശിവുവിനെ ആദിയോടെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. നീ എന്താ ഓരോ ദിവസവും ഓരോ എക്സ്ക്യൂസുകൾ കണ്ടുപിടിക്കുകയാണ്. ഇത്ര നാളും ഈ ജാതകത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ ഇപ്പോൾ മാത്രം എന്താ? ഇത്രയും പേടിയുള്ള നീ എന്തിനാ മുൻപ് ആ ഡീലിനെ സമ്മതിച്ച് അയാളെ വിവാഹം കഴിച്ചത്? അപ്പോൾ ശിവുവിൻ്റെ കാര്യം ആലോചിച്ചില്ലേ? അമൃത തെല്ല് നീരസത്തോടെ ചോദിച്ചു. അതിന് തീർത്ത മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ താഴേക്ക് നോക്കിയിരുന്നു. നിന്റെ കൺസേൺസ് എനിക്ക് മനസ്സിലായി. നമ്മുടെ വിധി എന്താണെന്ന് നമുക്കറിയില്ല. മാധവനെ കല്യാണം കഴിച്ചെങ്കിലും നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ശിവുവിന് ആരാ ഉള്ളത്? ആ ചെറിയമ്മയുടെ കൂടെ നമ്മുടെ ശിവു ജീവിക്കുന്ന കാര്യമൊന്ന് ആലോചിച്ചു നോക്കിയേ. ചിന്തിക്കാൻ പോലും നിനക്കാവില്ലല്ലോ. ഇവൻ കല്യാണത്തിന് ശേഷമാണ് നിനക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ സ്വന്തം മോളെ പോലെ മാധവി ശിവുവിനെ നോക്കും. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു ഒന്നും സംഭവിക്കില്ലെന്ന്. കാരണം അയാൾക്ക് നിന്നോടുള്ളതും നിനക്ക് അയാളോടുള്ളതും പ്രണയം അത്രമേൽ ശക്തമാണ്. അതിനു മുന്നിൽ ഈ ജാതകവും ദോഷവുമെല്ലാം മാറി നിൽക്കും. നീ നോക്കിക്കോ, സന്തോഷത്തോടെ നീയും നിന്റെ മാധവേട്ടനും ശിവുവും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഒരുപാട് കാലം ജീവിക്കും. അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അമൃത അത് പറഞ്ഞപ്പോൾ അറിയാതെയാണെങ്കിലും തീർത്ഥയുടെ കണ്ണുകൾ നിറഞ്ഞു. കൺപീലികൾ നനവാർന്നു. അവൾ അമൃതയെ കെട്ടിപ്പിടിച്ചു. അവരുടെ ആ പ്രവൃത്തികൾ കണ്ട് കാര്യം അറിയാതെ ശിവു പെൻസിലിൻ്റെ തുമ്പ് കടിച്ചു.